നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. തൊഴിലന്വേഷകർക്ക് തൊഴിലിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് ജോബ് ഫെയറുകൾ അല്ലെങ്കിൽ തൊഴിൽ മേളകൾ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കമ്പനികൾ ആ ഒരു വെന്യൂവിൽ വരും, അവരവരുടെ അവസരങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. വരുന്ന ആൾക്കാർക്ക്, അതായത് ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ തങ്ങൾക്ക് പറ്റുന്ന അവസരങ്ങൾ ഏതുണ്ട് എന്ന് കണ്ടെത്തി ആ കമ്പനികളുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, പല കമ്പനികളുടെ ഇൻ്റർവ്യൂ ഒരേ സമയം അറ്റൻഡ് ചെയ്ത് അതിലേതെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അതിലേക്ക് കയറി പറ്റാനുള്ള ഒരു അവസരമാണ് ഈ ജോബ് ഫെയർ എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ഒട്ടനവധി കമ്പനികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു, പക്ഷേ ഇപ്പോൾ പൊതുവെ ജോബ് ഫെയറുകളുടെ എണ്ണം വളരെ കുറവാണ്. ഏതായാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കോട്ടയത്ത് ഈ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ഒരു ജോബ് ഫെയറിനെ കുറിച്ചാണ്. അതൊരു സൗജന്യ ജോബ് ഫെയർ ആണ്, പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല. കോട്ടയത്ത് ഈ ജോബ് ഫെയറിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സമീപ ജില്ലകളിലുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു അവസരമായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. ഏതാണ്ട് 250ഓളം അവസരങ്ങൾ ഇതിൻ്റെ സംഘാടകർ അവകാശപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സംഘാടകർ മറ്റാരുമല്ല, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ഒരു സംവിധാനമാണ്. അതിൽ പ്രവർത്തിക്കുന്ന ഒരു മോഡൽ കരിയർ സെൻ്റർ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു സംവിധാനം, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ അവരുടെ കീഴിൽ നടത്തുന്ന ഒരു തൊഴിൽ മേള എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഫെബ്രുവരി 22-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 22-ന് സൗജന്യമായി തന്നെ പലതരത്തിലുള്ള പല മേഖലകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വന്ന് അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ മേളയാണ്. അപ്പോൾ ഇത് ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഇവർ പല സ്വകാര്യ സ്ഥാപനങ്ങളെയാണ് ഇതിൽ കൊണ്ടുവരുന്നത്. ഏതാണ്ട് 250ഓളം അവസരങ്ങൾ പലതരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിൽ തന്നെ പലതരത്തിലുള്ള ജോബ് പ്രൊഫൈലുകൾ കാണും, പല ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള ജോലികൾ കാണും. അപ്പോൾ അവിടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ പറ്റുള്ളൂ. ഏതായാലും അവരുടെ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, അതിനകത്ത് കുറേ കൂടുതൽ വിവരങ്ങൾ അവർ നൽകുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അവർ പറയുന്നതനുസരിച്ച് 10ാം ക്ലാസ് പഠിച്ചവർക്ക്, +2 കഴിഞ്ഞവർക്ക്, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക്, അതുകൂടാതെ PG മറ്റ് ഉയർന്ന പല യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒട്ടനവധി അവസരങ്ങളുണ്ട്. അപ്പോൾ SSLC മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് വരെയുള്ള പല മേഖലകളിലായി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഉള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി രജിസ്റ്റർ ചെയ്യേണ്ട 22-ാം തീയതിയാണ് ഈ പരിപാടി നടക്കുന്നത്. 21-ന് വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ ലിങ്കിൽ കയറുക. 21-ാം തീയതി വൈകിട്ടത്തേതിനുള്ളിൽ, അത് ഒരുപാട് താമസിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് ഉടൻ തന്നെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതനുസരിച്ചായിരിക്കും അവർ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. ഏതായാലും ആ ലിങ്ക് വഴി ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഇനി ഓപ്പർച്യൂണിറ്റീസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് ലിങ്ക് ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അവിടെ കയറി ഏതൊക്കെ അവസരങ്ങളുണ്ട് എന്ന് ഒന്ന് നോക്കി മനസ്സിലാക്കാം. ഇതിൻ്റെ സംഘാടകർ തന്നിരിക്കുന്ന ഫോൺ നമ്പേഴ്സ് ഉണ്ട്, അതിൽ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഏതായാലും ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമുണ്ട്, ജോബ് ഫെയറുകൾക്കൊക്കെ പലപ്പോഴും പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്, ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ സത്യമായിരിക്കാം. ജോബ് ഫെയറുകൾ എപ്പോഴും വളരെ സുഖകരമായ ഒരു എക്സ്പീരിയൻസ് ആകണമെന്നൊന്നും ഞാൻ പറയില്ല. ചിലപ്പോൾ ഭയങ്കരമായ ആൾക്കൂട്ടം ഉണ്ടാകാം, ചില സാഹചര്യങ്ങളിൽ അത്രയൊന്നും ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കമ്പനിക്ക് അത്ര തിരക്കുണ്ടാകണമെന്നില്ല. ഏതായാലും ഇത്തരം അവസരരങ്ങൾ കളയാതെ ഒന്ന് ഉപയോഗിക്കാൻ നോക്കുക. നമുക്കറിയില്ലല്ലോ ഏത് അവസരത്തിലൂടെയാണ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരിക. അപ്പോൾ ഇത്തരം കിട്ടുന്ന അവസരങ്ങളൊക്കെ ഒരു സുവർണ്ണ അവസരമായി തന്നെ കാണാൻ ശ്രമിക്കുക, അതൊന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഗോഡ് നോസ് വെൻ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി നോക്സ്. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപക്ഷെ അവർക്കും ഇതിലൂടെ ഒരു നല്ല അവസരം ലഭിച്ചെന്നിരിക്കും. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.